ഏലിയ മൂന്നാം ബുധൻ. വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. 10 കന്യകമാരുടെ ഉപമ. തികഞ്ഞ ജാഗ്രതയോടെ ജീവിക്കുക എന്നതാണ് ഇന്നത്തെ പാഠഭാഗം. ക്രോസ് റോഡിലൊക്കെ നാം കാണുന്ന പച്ചയും ചുവപ്പായ പ്രകാശം നൽകുന്ന മുന്നറിയിപ്പ് പോലെ മുടി നരയ്ക്കുന്നതും കണ്ണിലെ തിമിരം നിറയുന്നതും വയർ ചാടുന്നതുമൊക്കെ മനുഷ്യജീവിതത്തിൻ്റെ അന്ത്യനാളുകളെക്കുറിച്ച് നൽകുന്ന ചില മുന്നറിയിപ്പുകളാണ്. ജ്വലിച്ചു നിൽക്കുന്ന വിളക്കിലെ എണ്ണ ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കേണ്ട വിശ്വാസ ജീവിതമാണ്. അല്പം അശ്രദ്ധ കാണിച്ചതിനാൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വലിയ അനർത്ഥമാണ് വരുത്തിവെച്ചത്. എണ്ണ കരുതി വെച്ചവർ പാറമേൽ ഭവനം പണിത വിവേകവാനായ മനുഷ്യന് തുല്യം. വചനം പാലിച്ച് ജീവിക്കുക എന്നതാണ് ആ വിവേകം. രണ്ടാമതായി, ദീപം എരിഞ്ഞു കത്തുവാൻ സഹായിക്കുന്ന എണ്ണ മനുഷ്യൻ്റെ സൽപ്രവർത്തികളാണ്. നന്മ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നാതിരിക്കട്ടെ. ഗലാത്യ 6:9. പ്രത്യാശ നഷ്ടപ്പെട്ട് നിരാശ ബാധിച്ച, മടുപ്പ് ബാധിച്ച മനുഷ്യരിലെ എണ്ണ വറ്റി വരണ്ടുപോയി എന്ന് ചുരുക്കം. കർത്താവേ, കർത്താവേ എന്ന് വിളിച്ചുകൂവിയിട്ടും ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറഞ്ഞു വാതിലടയ്ക്കുവാൻ കാരണം സൽപ്രവർത്തികളിലൂടെ യേശുവുമായുള്ള ആത്മബന്ധം നിലനിർത്താൻ കഴിയാത്തതുകൊണ്ടാണ്. എണ്ണ കരുതി വയ്ക്കാത്ത കന്യകമാരും പ്രത്യാശയോടെ അവസാനം വരെ കാത്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രതിനിധികളാണവർ. സ്വന്തം ഉദരപൂരണത്തിനായി നിർമ്മിച്ച നിയമങ്ങൾ അവർ അഭംഗുരം പാലിച്ചു. പക്ഷേ ഭാരം വഹിക്കുന്നവരുടെ ചുമട് താങ്ങുവാൻ ഒരു വിരൽത്തുമ്പ് പോലും അനക്കിയില്ല. മത്തായി 23:4. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളും സാമൂഹ്യ പ്രവർത്തന വേദികളും പാവങ്ങളെ സഹായിക്കാത്തിടത്തോളം കാലം യേശുവിന് അന്യമായ പ്രസ്ഥാനങ്ങളായിരിക്കും.